ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം ഈ വീഡിയോയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 100% റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് എവിടെയെങ്കിലും സേഫാക്കി വെക്കുക. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ ടെക്നിക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം. ഒരു വിഷൻ ബോർഡിൻ്റെ ഒരു ടെക്നിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അഫർമേഷൻ്റെ ടെക്നിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടെക്നിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഈ 3 ടെക്നിക്കുകൾ കൂടി ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും വളരെ സ്മൂത്തായിട്ട്, ഹാപ്പി ആയിട്ട്, സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാക്കി മാറ്റാനായിട്ട് സാധിക്കും. ടെക്നിക്ക് അറിയണോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങളുടെ 2 പേരുടെയും എന്ത് പ്രശ്നമായിക്കോട്ടെ, ഓക്കെ, വഴക്കായിക്കോട്ടെ, അടിയായിക്കോട്ടെ, പിണങ്ങിയിരിക്കുന്നവരായിക്കോട്ടെ, കുറച്ച് നാളുകളായി പിണങ്ങിയിരിക്കുന്നു, അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ ആവശ്യമാണ്. അത് ഇനി എങ്ങനെ കൂട്ടി ഒട്ടിക്കണമെന്നൊന്നുമില്ല. 2 പേരുടെയും പിക്ചർ ഉണ്ടായാൽ മതി. സോഷ്യൽ മീഡിയയിൽ നിന്ന് എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഒന്ന് ജസ്റ്റ് കളർ പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ തന്നെ ചെയ്യാം. നിങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ ഞാൻ ആദ്യം പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഒരു കാര്യം പറയാം, അതിനുശേഷം ഇതിലോട്ട് വരാം. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ 2 പേരുടെയും ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. ഒരു ചാർട്ട് പേപ്പറിൽ, അത് അപ്പോൾ പബ്ലിക്കായിട്ട് ആളുകൾ കാണില്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും ഒരു പേജിൽ, ഒരു നോട്ട്ബുക്ക് ഇതിനായിട്ടാണ് വാങ്ങിക്കുക. ഓക്കെ, ആ നോട്ട്ബുക്കിൻ്റെ ഒരു പേജിൽ നിങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ ഒട്ടിക്കുക. നമ്മൾ ഈ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ടൊക്കെ ഫോട്ടോ ഒട്ടിക്കില്ലേ, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴൊക്കെ ഒട്ടിക്കുന്നത് പോലെ 2 പേരുടെയും ഫോട്ടോ ഒട്ടിക്കുന്നു. അടുപ്പിച്ച് ഒട്ടിക്കണം എന്നൊന്നുമില്ല, ഒരു പേജിൽ 2 പേരുടെയും ഫോട്ടോ ഉണ്ടായാൽ മതി. ഓക്കെ, അതിന് താഴത്ത് നിങ്ങൾ ഞാൻ പറയുന്ന സെൻറ്റൻസ് കുറച്ച് കട്ടിയിൽ കളർ പേന കൊണ്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇന്ന ഇങ്ക് എന്നൊന്നുമില്ല, ഏത് ഇങ്ക് കൊണ്ടും നിങ്ങൾക്ക് എഴുതാം. എഴുതേണ്ടത് ഇതാണ്: ഞങ്ങൾ തമ്മിൽ. ഈ ഫോട്ടോൻ്റെ താഴെ നിങ്ങളുടെ 2 പേരുടെയും പേര് എഴുതണേ. ഓക്കെ, അതിന് താഴത്ത് ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ് എന്ന് എഴുതുക. ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. അതിന് താഴെ 3 തവണ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്നുകൂടി എഴുതുക. ഓക്കെ, ക്ലിയർ ആയി? അപ്പോൾ അഫർമേഷൻ ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. ആ ഒരു വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പേരുടെയും ഫോട്ടോ ഒട്ടിച്ചു. ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്ത് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്നുകൂടി എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ പുസ്തകം എടുത്തിട്ട്, ഇത് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേജ് എടുത്തിട്ട് ഈ ഫോട്ടോ നോക്കുക. ആദ്യം ഫോട്ടോ നോക്കിയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതൊരു പ്രെയർ പോലെ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് ഒറ്റ തവണ ചെയ്താൽ പോരാ, ഓരോ ദിവസവും ഒരു 21 തവണയെങ്കിലും ഈ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യണം. അത് രാവിലെയും വൈകിട്ടും ചെയ്യുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ളവർ രാവിലെയും വൈകിട്ടും ചെയ്യുക. അല്ല, മെല്ലൊക്കെ റിസൾട്ട് കിട്ടിയാൽ മതി, വലിയ പ്രശ്നവും ടെൻഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരം ചെയ്താലും മതി. ഇപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. മിനിമം ഒരു 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യേണ്ടത് ഓരോ ദിവസവും 21 തവണയാണ്. മോർണിംഗും നൈറ്റും ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മോർണിംഗ് മാത്രം ചെയ്യുന്നവർക്ക് റിസൾട്ട് ചിലപ്പോൾ ഒന്ന് ഡിലേ ആയി എന്ന് വരാം. എന്നാലും നിങ്ങളത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെല്ലാവരും ഇന്ന് മുതൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാളെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ പോകും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാണ് ഏറ്റവും നല്ലത്. സൊല്യൂഷൻ കയ്യിൽ കിട്ടിയിട്ടും അത് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. വിഷമിച്ചിരിക്കുന്നത് പൊട്ടത്തരാണെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ വിഷമം മാറാനുള്ള ആ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ചില ആളുകളുണ്ട്, സാറേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറില്ല, ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണ് എനിക്കുള്ളത്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അത് കൂടാതെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം സർവീസുകളുണ്ട്.
റിലേഷൻഷിപ്പ് റിലേറ്റഡ് തന്നെ നമുക്ക് 3 കോഴ്സുകൾ വരുന്നുണ്ട്. ഒന്ന് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സുണ്ട്, പിന്നെ ഒന്ന് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സുണ്ട്, പിന്നെ ഒന്ന് പവർ യോഗി എന്ന് പറയുന്ന കോഴ്സുണ്ട്. ഇതിൽ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അത് പാച്ചപ്പ് ആക്കുന്നതിനുള്ള ധാരാളം ടെക്നിക്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു ടെക്നിക്ക് ഒരാൾക്ക് വർക്കായി എന്ന് വരില്ല, ചിലപ്പോൾ മറ്റൊരു ടെക്നിക്കായിരിക്കും വേറൊരാൾക്ക് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ ധാരാളം ടെക്നിക്കുകൾ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ടെക്നിക്ക് വർക്കൗട്ട് ആവുമെന്നുള്ളത് കൺഫേം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 100% റിസൾട്ട് അതിന് ഗ്യാരണ്ടി പറയുന്നത്. മിനിമം 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത്. മാക്സിമം 3 മന്താണ് നമ്മൾ പറയുന്നത്. അതിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിലാക്കി മാറ്റാനായിട്ട് പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള വശീകരണ ടെക്നിക്കുകൾ. ഈ വശീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ മനസ്സുപയോഗിച്ചുകൊണ്ട്, മനസ്സിൻ്റെ ചിന്ത ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാം ചിന്തക്ക് ധാരാളം ശക്തിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ തോട്ടിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ വശീകരണ ടെക്നിക്കുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ടെക്നിക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. വിഷമിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല, സങ്കടപ്പെട്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. കുറച്ചെങ്കിലും നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ, എനിക്ക് അവനെ വേണം, എനിക്ക് അവളെ വേണം, വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, എന്നെ ഇത്രയും കാലം സ്നേഹിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, അതെടുക്കുക, ചെയ്യുക, നിങ്ങളുടെ പവർ കാണിക്കുക. മനസ്സിലായോ? ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ബ്രേക്കപ്പ് ആയി പോകുമ്പോഴേക്കും അവരെ പുറകെ പോയി അങ്ങോട്ട് വിളിക്കുക, മെസ്സേജ് അയക്കുക, അതെല്ലാം തെറ്റായ സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വരില്ല. പക്ഷേ പ്രോപ്പറായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് നമുക്ക് അറിയുമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ അവരിങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാനുള്ള, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാനും, നിങ്ങളെ മിസ് ചെയ്ത് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനും, ഇങ്ങോട്ട് വിളിക്കാനും, ഇങ്ങോട്ട് പുറകെ വരാനും ഒക്കെ ഉള്ള ടെക്നിക്കുകളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ചോ, മുകളിൽ കാണുന്ന നമ്പറിലോട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ മാത്രമേ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അതുകൂടി ഓപ്പൺ ആയിട്ട് പറയാം. മിനിമം 21 വയസ്സെങ്കിലും ആയ ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. അതിന് താഴെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട എന്ന് ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടി വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി വേറെ ലെവലിലുള്ള ഒരു ട്രെയിനിങ് ആണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൽ വരുന്നത്. അത് കൂടുതലും മന്ത്രാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഒന്നും കൂടി കൂടുതലായിട്ട് അട്രാക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സാണ്. അതിലൊക്കെ കൂടുതൽ ട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് കുറേ വെറൈറ്റി മന്ത്രാസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. പവർ യോഗി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ആ ഒരു ഹൈ ലെവലിലുള്ള ഒരു കോഴ്സാണ്. അത് കുറച്ചുകൂടിയൊക്കെ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണ് ഒന്നും കൂടിയും യൂസ്ഫുൾ ആയിട്ട് മാറുക. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ സഹായം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഭയങ്കര റിലാക്സേഷനായി എന്ന് വരാം. പിന്നെ മാത്രമല്ല, പെയ്ഡ് സർവീസ് മാത്രമല്ല, ഫ്രീ സർവീസായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അയച്ചു കൊടുക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.